പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. 53-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ആഗ്രഹിക്കുന്ന കളിപ്പാട്ടത്തിന് വേണ്ടി വാശിയോടെ കരയുന്ന കുഞ്ഞ് അത് ലഭിച്ചു കഴിയുമ്പോൾ കരഞ്ഞ സാഹചര്യങ്ങൾ മറന്ന് ലഭിച്ച കളിപ്പാട്ടവുമായി സന്തോഷിക്കുന്നത് പോലെയാണ് ഇന്ന് അനേകരുടെ ആത്മീയ ജീവിതവും. ഒരു കാലഘട്ടത്തിൽ നല്ല വസ്ത്രമില്ലാതെ, ആഹാരമില്ലാതെ, വീടില്ലാതെ, വാഹനമില്ലാതെ, കടഭാരങ്ങളുടെ നടുവിൽ കരഞ്ഞു നടന്ന പലരുടെയും സ്ഥിതികൾക്ക് ദൈവം ഭേദം വരുത്തിയപ്പോൾ ജീവിതത്തിൽ നന്മ ചെയ്ത ദൈവത്തെ അന്വേഷിക്കുവാനോ ആരാധിക്കുവാനോ മനസ്സില്ലാതെ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. വിശുദ്ധ ആരാധനയില്ല, ഉപവാസവും പ്രാർത്ഥനയുമില്ല. ദൈവദാസന്മാരുമായി, ദൈവസഭയുമായി, ദൈവമക്കളുമായി യാതൊരു ബന്ധവുമില്ല. ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാരെ പോലെ നാൾക്കുനാൾ മനുഷ്യർ ദൈവസന്നിധിയിൽ നിന്നും പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനും ദൈവത്തിനും കൊള്ളരുതാത്തവരായി തീർന്ന് നന്മ ചെയ്യുന്നതുമില്ല. ഈ കൂട്ടർക്ക് എത്ര കിട്ടിയാലും തികയുന്നില്ല. ആഴ്ചയിൽ 7 ദിവസവും ജോലി ചെയ്തിട്ടും ഇവരുടെ കഷ്ടപ്പാട് മാറുന്നില്ല, കടഭാരം മാറുന്നില്ല, ആഗ്രഹിച്ച ഉയർച്ചയിൽ എത്തുവാനും കഴിയുന്നില്ല. യേശു ഉള്ളിൽ വസിക്കുമ്പോഴാണ് ഒരുവന്റെ സ്ഥിതി മെച്ചപ്പെടുവാൻ കാരണമാകുന്നത്. അതുപോലെ ദുരാത്മാവ് ഒരുവനിൽ വസിക്കുമ്പോൾ അവൻ്റെ അവസ്ഥ വളരെ വഷളായിത്തീരുന്നു. അതുപോലെ ഒരിക്കൽ ക്രിസ്തു ഉള്ളിൽ വാസം ചെയ്യുകയും ജീവിതത്തിൻ്റെ സ്ഥിതിക്ക് ഭേദം വരികയും ചെയ്താൽ, ലോക ഇൻപങ്ങളിൽ കുടുങ്ങി പാപത്തിൽ വീഴുകയും അതിൽ തുടരുകയും ചെയ്താൽ ക്രിസ്തു ആ വ്യക്തിയെ വിട്ടുപോവുകയും അവൻ്റെ ഒടുവിലത്തെ സ്ഥിതി ഏറ്റവും പരിതാപകരമായി തീരുകയും ചെയ്യും. വചനം നിരസിച്ചും ആരാധന മുടക്കിയും ജീവിക്കുന്നവർ ദൈവത്തെ മറന്ന് എന്ത് ചെയ്താലും അതിൽ അവർക്ക് സന്തോഷിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. ജീവിതത്തിൽ ദൈവ സാന്നിധ്യമില്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയത്തില്ല. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കും എന്നതുപോലെ ജീവിതത്തിൽ എന്തു ചെയ്താലും നഷ്ടവും കഷ്ടവും ദുഃഖവുമല്ലാതെ ഒരിക്കലും സന്തോഷിക്കാൻ കഴിയുകയില്ല ദൈവമില്ലാതെ ഒരു മനുഷ്യന്. പ്രിയ ദൈവവേദനയെ വില കൊടുത്ത് ദൈവത്തെ ആരാധിച്ചാൽ ലോകത്തിൽ നിന്നെ വിലയേറിയവനാക്കി ദൈവം മാറ്റും. ദൈവത്തെക്കാൾ ഈ ഭൂമിയിൽ നീ എന്തിനെ സ്നേഹിക്കുന്നുവോ അത് നിനക്ക് ശാപമായി തീരും. മക്കൾ, ജോലി, പൈസ, വീട്, ആരോഗ്യം, സ്ഥാനവും മാനവും ജാതിയും കുടുംബവും ആരോഗ്യം ഇതെല്ലാം ഇവിടെ നശിച്ചു പോകും. അതെല്ലാം ഇവിടെ അസ്തമിക്കും. ദൈവമില്ല എന്ന് മൂഢന്റെ ഹൃദയത്തിൽ പറയുന്നത് പോലെ ഇന്ന് ആരാധനയ്ക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ അവസ്ഥകൾ ദൈവം നന്നായി അറിയുന്നു, ദശാംശം കൊടുക്കേണ്ട, ആ പൈസ നാളെ കടം തീർക്കാം, കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്കായി കരുതി വെക്കാം, അങ്ങനെ പോകുന്ന മൂഢന്റെ ചിന്തകൾ. ദൈവത്തെ അവർ അന്വേഷിക്കുന്നതുമില്ല. പകരം ലോകത്തിൽ നിന്നും എന്ത് നേടാം എന്ന് ചിന്തിച്ച് വഷളായി പിന്മാറ്റക്കാരായി തീരുന്നു. പ്രിയ ദൈവവേദനയെ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ ഉണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ പ്രഭാതം നമ്മെയും ബുദ്ധിമാന്മാരുടെ പട്ടികയിൽ കാണേണ്ടതിനായി മൂഢനെ പോലെ ചിന്തിക്കാതെ ചിട്ടയായി വളരുന്ന തലമുറകളായി വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവവൈദ്യരായി വർദ്ധിച്ചു വരുന്ന സഭയും സഭാജനങ്ങളുമായി നാം ഈ പ്രഭാതം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രമാണം ലംഘിക്കാതെ, കലകമുണ്ടാക്കാതെ നിത്യം ദൈവത്തിൽ സന്തോഷിച്ച് നമ്മുടെ സ്ഥിതി മാറ്റുന്ന ദൈവത്തിന് എന്നും സ്തോത്രം ചെയ്യാം. ഈ പ്രഭാതം നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവം അന്വേഷിക്കുമ്പോൾ, ബുദ്ധിമാന്മാരുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ആ സ്വർഗത്തിൽ ഹല്ലേലൂയ, കർത്താവിൻ്റെ കണ്ണുകളിൽ നമ്മെയും ബുദ്ധിമാന്മാരായി കാണേണ്ടതിനാൽ
ഇന്ന് പ്രഭാതം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കും. എല്ലാവരും പിൻവാങ്ങി വഷളായി തീർന്നുവെന്ന് കർത്താവ് സ്തോത്രം പറയുമ്പോൾ ഈ പ്രഭാതത്തിൽ നാം പിൻവാങ്ങി പോയെങ്കിൽ ഒരു കാലഘട്ടങ്ങളിൽ സ്തോത്രം ഇന്ന് പ്രഭാതം മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന അങ്ങയുടെ ദാസിദാസന്മാരെ എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മ നൽകി മാനിക്കണം, ആദരിക്കണം കർത്താവേ. ഈ പ്രഭാതം അങ്ങയുടെ കുഞ്ഞുങ്ങളെ എല്ലാ ബുദ്ധിമാന്മാരുടെ പട്ടികയിൽ എണ്ണുവാൻ തക്കവണ്ണം സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണം. മഹത്വം അങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.